അപ്പോൾ നമ്മുടെ ഡാർജിലിംഗ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇന്ന് നമ്മുടെ ഹിമാലയൻ ടോയ് ട്രെയിൻ അതിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് റൈഡാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 800 മീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നടന്നാൽ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ പുറത്ത് ഐ ലവ് DHR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നല്ല കോടമഞ്ഞാണ്. പുറത്തോട്ടുള്ള ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഈ ഒരു റെയിൽവേ ലൈനിൻ്റെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് കാണുന്ന ആ ഒരു സ്ഥലത്തൊക്കെ നിന്നാൽ നമുക്ക് നല്ല വ്യൂ പോയിൻ്റൊക്കെയാണ്. ആ ഹിമാലയൻ മലനിരകളുടെ ആ ഒരു കാഴ്ചകളും താഴ്വാരങ്ങളും കുറേ വീടുകളും ഒക്കെ കാണാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കോടമഞ്ഞായതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ട്രെയിൻ രാവിലെ 9:25 ഇത് ശരിക്കും IRCTC വഴിയാണ് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ടിക്കറ്റൊക്കെ അവൈലബിൾ ആണ്. ചിലപ്പോൾ ലേറ്റ് ആയാൽ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പം ടിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം എല്ലാ സമയവും ഇവിടെ ഏകദേശം സീസണാണ്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ 9:25 ആണെങ്കിൽ ഇവിടെ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ട്രെയിൻ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആവി എഞ്ചിനാണ് മെയിനായിട്ട് ഇവിടുത്തെ ട്രെയിൻ. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച സമയത്ത് എത്തണം എന്നില്ല, ഡിലേ ആവും. ഇവിടുന്ന് നമ്മളിപ്പോൾ ഗും എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഡാർജിലിംഗ് ടു ഗും, അവിടുന്ന് റിട്ടേൺ. ആ ഒരു 2 സൈഡ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് 1500 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് IRCTCയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് അതുപോലുള്ള ആപ്പ് വഴിയോ ഒക്കെ ഇതിൻ്റെ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, നമ്മൾ സാധാരണ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഊട്ടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ട്രെയിനുകൾ. ഊട്ടിയിലെ ടോയ് ട്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നീലഗിരി ട്രെയിൻ സർവീസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അതേ ഒരു പരിപാടി തന്നെയാണ് ഇവിടെയും. പക്ഷേ നമ്മൾ പോകുന്ന ആ ഒരു റൂട്ടൊക്കെ മാറ്റമുണ്ട്. ഊട്ടിയിലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആ ഒരു മലനിരകളിലൂടെയൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇത് മെയിനായിട്ടും സിറ്റിയുടെ റോഡ് സൈഡിലൂടെയാണ് പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കംപ്ലീറ്റ് ആവി എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനുകളും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ആവി എഞ്ചിനാണ് ബുക്ക് ചെയ്തത്. ജോയ് റൈഡ് എന്ന് പറഞ്ഞ ആ ഒരു സർവീസിന് ആവി എഞ്ചിനാണ് കൂടുതലായിട്ട് വരുന്നത്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. 2 കമ്പാർട്ട്മെൻറ്റാണ് ഇതിലുള്ളത്, F1 F2. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ വരും ഏതാണ് സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ടിക്കറ്റിൽ എവിടെയാണെന്നുള്ളത് വെച്ചാൽ കൃത്യമായിട്ട് അവിടെ തന്നെ കയറാം. ഫുള്ള് വൈഡ് ഗ്ലാസ് ഏരിയ ഒക്കെ ഉള്ളൊരു ട്രെയിനാണ്. നമുക്ക് എല്ലാ സൈഡിലും വ്യൂ ഉണ്ട്. മുകളിലായാലും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ എല്ലാ സ്ഥലത്തും നല്ല വ്യൂ ഉള്ള ഒരു ടൈപ്പാണ് കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിലേക്ക് കയറാം. 9:30 എന്ന് പറഞ്ഞ ട്രെയിൻ ഇപ്പം 10 മണി ആയിട്ടുണ്ട് എത്താൻ. 3 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ റൈഡ് വരുന്നത്. വൺ സൈഡ് ഒരു 1.5 മണിക്കൂർ, പിന്നെ തിരിച്ച് റിട്ടേൺ 1.5 മണിക്കൂർ, അങ്ങനെ ഒരു 3 മണിക്കൂറാണ് ഈ റൈഡ് വരുന്നത്. അപ്പോൾ അതിനാണ് ഒരാൾക്ക് 1500 രൂപ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ സീറ്റൊക്കെ നമുക്ക് ആദ്യം നമുക്ക് റിസർവ് ചെയ്ത പോലെ തന്നെ നമുക്ക് സീറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും. അതിന് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ എന്തായാലും ഇനി ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം ഫുള്ളാണ്. എല്ലാവരും വന്ന് കയറിയിട്ടുണ്ട്. പുറത്തുനിന്ന് അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മുകളിലൊക്കെ ഈ കൽക്കരി വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൽക്കരിയുടെ ആ ഒരു വേസ്റ്റ് കത്തിയതിൻ്റെ ആ ഒരു കരി ഗ്ലാസ്സിന് ഇങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുക. അത് അവർ മുകളിലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോഴാണ് അവരതൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ മുകളിലേത് ക്ലീൻ ചെയ്താലും ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ വീഡിയോ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. ഈ സൈഡിലൊക്കെ അതിൻ്റെ ഒരു വേസ്റ്റ് കരിയുണ്ട്. കാരണം നമ്മൾ തൊട്ടാൽ അവിടെയൊക്കെ കയ്യിലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുമിലേക്കാണ് പോകുന്നത്. ആ ഒരു ചൂളംവിളിയൊക്കെ കേൾക്കാം നമുക്ക്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഊട്ടി ട്രെയിനിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു കേട്ടിട്ടുള്ള ആ ഒരു ചൂളംവിളി നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഫുള്ള് റോഡ് സൈഡിലൂടെയാണ് നമ്മളെ ട്രെയിൻ പോകുന്നത്. ഈ ട്രെയിൻ പോകുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിടും. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം അറിയാം, ട്രെയിനിൻ്റെ ടൈമൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു റോഡ് ചില സ്ഥലത്തൊക്കെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. 2 സൈഡിലേക്ക് മാറി ക്രോസിംഗ് ഒക്കെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ വാഹനങ്ങളിങ്ങനെ പരിപരിയായി സ്റ്റോപ്പ് ചെയ്ത് വെക്കും.
വളരെ സാവകാശമാണ് ട്രെയിൻ പോകുന്നത്, ഒരുപാട് സ്പീഡൊന്നുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം സ്പീഡുണ്ട്. കാരണം ഒരു അപകടമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സ്പീഡ് അതിന് എന്തായാലും ഉണ്ട്. ഈ കാണുന്ന പോലെ എല്ലാ ബിൽഡിങ്ങുകളുടെയും തൊട്ടടുത്തുകൂടെ തന്നെയാണ് നമ്മുടെ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതിലുകളും വീടുകളൊക്കെ ബിൽഡിങ്ങുകളും കടകളൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സമയം അറിഞ്ഞിട്ട് മാത്രമേ അവരെ കുറക്കുക, അവിടുന്ന് പുറത്തേക്കൊന്നും വരില്ല, അവർക്ക് വണ്ടി പോകുമെന്ന് പറയാം. പിന്നെ ഇതായതുകൊണ്ട് തന്നെ ഈ ആവിയഞ്ചനായതുകൊണ്ട് തന്നെ നല്ല ശബ്ദം ദൂരെ തന്നെ വരും. അതിൻ്റെ ആ ഒരു ചൂളംവിളിയൊക്കെ നമുക്ക് ദൂരെ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ശരിക്കും നമ്മൾ റോഡിലൂടെയുള്ള ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത്. റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് ആ ഒരു ഊട്ടി ട്രെയിൻ കാണുന്ന പോലെ കാഴ്ചകളൊന്നുമില്ല. ഇപ്പം നമുക്ക് നിർത്തിയിട്ടാണുള്ളത് വണ്ടി, കാരണം ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. കാരണം കൽക്കരി ആയതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കുകയൊക്കെ വേണം, എന്നാലും അതിൻ്റെ ഒരു ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സിന് വേണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ വണ്ടി വളഞ്ഞു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. വാഹനങ്ങൾ സാധാരണ പോലെ അതിലൂടെ റോഡിലൂടെ പോകുന്നത്, ഒരു സൈഡിലൂടെ ട്രെയിൻ പോകുന്നത്. ഇവിടുത്തുകാർക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ നമ്മളെപ്പോലെ ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്ക് അതൊരു വളരെ ഒരു പ്രത്യേകതയുള്ളൊരു കാഴ്ചയായിട്ട് ഫീൽ ചെയ്യും. കാരണം റോഡിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഇറക്കി ട്രെയിൻ പോകുന്നത് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു പകുതി ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബറ്റാഷ്യ ലൂപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു 15 മിനിറ്റോളം ഹാൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ അത്യാവശ്യം സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി പച്ചപ്പാണ്. നേരത്തെ കണ്ട പോലെ ബിൽഡിങ് മാത്രമല്ല, കുറച്ചുകൂടി നല്ല സീനറിയൊക്കെ ഉണ്ട്. അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഒരു ആവി എഞ്ചിൻ്റെ പുക വരുന്നത് നമുക്കിങ്ങനെ ദൂരെ നിന്നേ കാണാം. നല്ല കട്ടി പുക ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കരിയും തെറിക്കുന്നുണ്ട്. കൽക്കരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കരി ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ബറ്റാഷ്യ ലൂപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ഹാൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാണ്. ഈ കാണുന്ന പോലെ നല്ല ഒരു ഉദ്യാനം പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ജവാന്മാരുടെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടുള്ളൊരു സ്തൂപവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഡിഫൻസ് ഏരിയ ആണ് മൊത്തം. ഞാൻ പറഞ്ഞ പോലെ ഈ ഇതുപോലുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ മിക്കവാറും നമ്മുടെ ഡിഫൻസിൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. പണ്ട് മുതലേ ഉള്ള ആ ഒരു ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അത് പിന്നെ മിലിറ്ററി കൈയടക്കി ബ്രിട്ടീഷുകാർ പോയപ്പോൾ അപ്പോൾ മിക്കവാറും നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ നോക്കിയാൽ കാണാം മിലിറ്ററിയുടെ അണ്ടറിലായിരിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് ബറ്റാഷ്യ ലൂപ്പ്. ഇവിടെ ഒരുപാട് ജവാന്മാരുടെ ആ ഒരു പേരുകളൊക്കെ ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് വീരസ്മരണയ്ക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ലൂപ്പാണ്. അതിൻ്റെ അകത്തേക്ക് മുകളിലേക്ക് എൻട്രി ഒന്നുമില്ല. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച്, നല്ല കോടമഞ്ഞാണ്. രണ്ട് സൈഡിലൊന്നും അങ്ങനെ ദൂരോട്ടൊന്നും നമുക്ക് അത്ര വിസിബിൾ അല്ല. പക്ഷെ എന്നാലും നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ആ ട്രെയിനിൻ്റെ അടുത്ത് നിന്നും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ട്രെയിനിൽ വന്നവർ മാത്രമല്ല, ഈ ഭാഗം കാണാനായിട്ട് പുറത്തുനിന്ന് വന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സാധാരണ നമുക്ക് വേണമെങ്കിൽ റോഡ് മാർഗ്ഗം ഇതിലേക്ക് വരാം. ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ വന്നവരുമുണ്ട്. ഇപ്പോൾ കാണാം നമുക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ആ ഒരു ട്രെയിനിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നവർ. അത് ട്രെയിനിൽ യാത്ര ചെയ്തവരും ഉണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. ആ ഒരു ആവി എഞ്ചിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതാണ്. എഞ്ചിൻ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണുള്ളത്. നല്ല പുക വരുന്നത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ തീവണ്ടിയുടെ എൻജിൻ വരുന്നത്. ഏകദേശം 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. വണ്ടി കയറാനായിട്ട് വിസിലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇപ്പം ട്രെയിനിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി പോകുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ടാറ്റ പറയുന്നുണ്ട്.
ആരൊക്കെ കയറാൻ വൈകിയോണ്ടാണ് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി യാത്ര തുടരാം. നമുക്കിനി ഗൂമിലേക്ക് കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ട്. ഇതിൻ്റെ അടിയിലെ കൂടെ ഒരു റെയിൽവേ ലൈൻ കൂടി കാണുന്നുണ്ട്. അത് വേറെ റൂട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ പോകുന്ന റൂട്ടല്ലാതെ വേറെയും റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ ട്രെയിൻ സർവീസ് ഒരു ഫുൾ ഡേ ഒക്കെ ഉള്ള ട്രെയിൻ സർവീസ് ഉണ്ട്. പക്ഷേ അത് ശരിക്കും നമുക്കൊരു നഷ്ടമാണ്. നമുക്കിതൊരു ഈ ഒരു സമയം കാണാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും കുറച്ച് വീഡിയോ നമുക്കൊരു സ്പീഡപ്പ് ആക്കാം. കാരണം ഇത് ഒരുപാട് ഡിലേ ആവും. 1.5 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് വൺ സൈഡ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ വിടാം. അപ്പം നമ്മളെ വണ്ടി ഇത്ര സ്പീഡ് പോകുന്നില്ല. നമ്മളപ്പോൾ അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ നമുക്കിനി റിട്ടേൺ ആണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ ഹാൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു അരമണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം വേണമെങ്കിൽ സ്നാക്സും ചായയൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാം. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, റെയിൽവേ മ്യൂസിയം ഒക്കെ ഉണ്ട്. പഴയ ഒരു ഹെറിറ്റേജ് ട്രെയിനിൻ്റെ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന ആ ഒരു മ്യൂസിയം ഉണ്ട്. അത് വിസിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് പഴയ ആവി എഞ്ചിൻ്റെ ഒക്കെ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ വിസിറ്റിംഗ് ടൈമും ചാർജൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാർജൊന്നും ഇല്ല. 20 രൂപ ചാർജൊക്കെ ഈടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ പൈസ വാങ്ങാനൊന്നും ഇല്ല. അവിടെ ഫ്രീ എൻട്രി ഒക്കെയാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു പഴയ ആവി എഞ്ചിനാണ് ഇവിടുത്തെ. അതിൻ്റെ മുന്നിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു മ്യൂസിയത്തിലേക്കും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ മുകളിലാണ് ആ മ്യൂസിയം വരുന്നത്. പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ്. ആ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ള ബിൽഡിങ്ങൊക്കെയാണ് ഇപ്പോഴും ആ ഒരു അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ കേടുപാടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. ഇതൊക്കെ ആ ഒരു ഹിമാലയൻ ഹെറിറ്റേജ് ട്രെയിനിൻ്റെയും ഡാർജിലിങ്ങിൻ്റെയും ഒക്കെ ചരിത്രവും പഴയ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ആ ഒരു പഴയ ആവി എഞ്ചിൻ്റെ പാർട്സൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ആ ഒരു എഞ്ചിൻ്റെ കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ചിത്രങ്ങളും ഒക്കെയാണ്. പഴയ ബ്രിട്ടീഷ് കാലത്തെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു സമയം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ഗുമ്മിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇനി ആ യാത്ര നമ്മൾ ഫുള്ള് വീഡിയോ എടുക്കുന്നില്ല. കാരണം ഇനി 1.5 മണിക്കൂർ യാത്രയുണ്ട്. വന്ന വഴി തന്നെയാണ്. തിരിച്ച് ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയാണ്, ഗുമ്മിലേക്കല്ല. സോറി, നമ്മളിപ്പോൾ ഗുമ്മിലാണുള്ളത്. അവിടെ നിന്ന് ഇനി ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ ആവി എഞ്ചിൻ നേരെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഡാർജിലിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡാർജിലിംഗ് സ്റ്റേഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ വഴിയുള്ള വീഡിയോസൊന്നും കാണിച്ചിട്ടില്ല. കാരണം ഒരുപാട് വെറുതെ ഡിലേ ആക്കേണ്ട ആവശ്യമില്ല. വന്ന വഴി തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹിമാലയൻ ടോയ് ട്രെയിൻ റൈഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അപ്പം ഇനി ആർക്കെങ്കിലും ഡാർജിലിംഗിലേക്ക് വരുന്നവരൊക്കെ ഈ ഒരു ട്രെയിൻ സർവീസ് യൂസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ ബുക്ക് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ IRCTC അതുപോലെ വെബ്സൈറ്റുകളിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെ വരിക. ട്രെയിൻ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം.